ലോക സാഹിത്യത്തിൽ അഗാധമായ അറിവുണ്ടായിരുന്ന തെക്കേ അമേരിക്ക മുതൽ യൂറോപ്പ് വരെയും ആഫ്രിക്ക മുതൽ ജപ്പാൻ വരെയുമുള്ള വിശ്വസാഹിത്യകാരന്മാരെയും അവരുടെ കൃതികളെയും മലയാളിക്ക് പരിചയപ്പെടുത്തിയ സാഹിത്യവാരബലം എന്ന പംക്തിയിലൂടെ മലയാള സാഹിത്യത്തിൻ്റെ ജാതകം എഴുതിയ സാഹിത്യ വിമർശകനായിരുന്നു എം കൃഷ്ണൻ നായർ. അവർക്ക് ഒരേ സമയം വിമർശകനായും സുഹൃത്തായും കരുതാൻ പാകത്തിൽ മലയാളനാട് വാരികയിൽ എഴുതിത്തുടങ്ങിയ തൻ്റെ ഈ പംക്തി മലയാളനാട് നിന്നുപോയതിനു ശേഷം കലാകൗമുദി ആഴ്ചപ്പതിപ്പിലും അതിനുശേഷം സമകാലിക മലയാളം വാരികയിലും തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു. 1969 മുതൽ മരണത്തിന് ഒരാഴ്ച മുൻപ് വരെ 36 വർഷത്തോളം തുടർച്ചയായി എഴുതിയ സാഹിത്യ വാരബലം ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രസിദ്ധീകരിച്ച സാഹിത്യ പംക്തിയാണ്. രസകരമായ രചനാശൈലി, കുറിക്കുകൊള്ളുന്ന നർമ്മം, മലയാളികളുടെ ജീവിതശൈലി, ഇവയെക്കുറിച്ചുള്ള നിശിതവും ഹാസ്യാത്മകവുമായ നിരീക്ഷണങ്ങൾ ഇതെല്ലാം ചേർന്ന സാഹിത്യ വാരബലത്തെ വായനക്കാർക്കേറെ പ്രിയങ്കരമാക്കി. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, കൂലിപ്പണിക്കാർ, കോളേജ് പ്രൊഫസർമാർ, കവികൾ, വിദ്യാർത്ഥികൾ, ജീവിതത്തിൽ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർ സാഹിത്യ വാരബലത്തിൻ്റെ പുതിയ ലക്കങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. സ്വന്തം ലേഖനങ്ങളെപ്പോലും സാഹിത്യ പത്രപ്രവർത്തനത്തിൻ്റെ ഏഷണിയുടെയും ഒരു അവിയൽ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. 1923 മാർച്ച് 3 തിരുവനന്തപുരത്ത് വി.കെ. മാധവൻപിള്ളയുടെയും ശാരദാമ്മയുടെയും മകനായി ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മലയാളത്തിൽ ബിരുദാനന്തര പഠനത്തിനു ശേഷം മലയാള സാഹിത്യ അധ്യാപകനായി പല കലാലയങ്ങളിലും സേവനം അനുഷ്ഠിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് മലയാള വിഭാഗം തലവനായി വിരമിച്ചു. ഈ കാലഘട്ടത്തിൽ വാരികകളിലും മറ്റും അച്ചടിച്ചു വരുന്ന കഥകളും കവിതകളും വായിക്കാനിടവരുമ്പോൾ എം കൃഷ്ണൻ നായർ സാറിൻ്റെ ചൂരൽ വാരബല പ്രയോഗത്തിൻ്റെ ആവശ്യകത നന്നായി മനസ്സിലാക്കുന്നു എന്ന് ആ കാലഘട്ടത്തിലെ പല എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട്. പാബ്ലോ നെരൂദ, മാർക്കോസ്, തോമസ് മാൻ, യമക്കാവ തുടങ്ങിയ വിശ്വസാഹിത്യകാരന്മാരെ മലയാളികളുടെ വായനാമേശയിലേക്ക് എത്തിക്കുന്നതിൽ കൃഷ്ണൻ നായരുടെ പങ്ക് ചെറുതല്ല. കുട്ടിക്കൃഷ്ണമാരാർ ഒരിക്കൽ എം കൃഷ്ണൻ നായരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരുടെ കൃതികൾ വിമർശിക്കുകയോ അരുത്. അദ്ദേഹം ആ ഉപദേശം സ്വീകരിക്കാതെ സാഹിത്യവാരബലത്തിലൂടെ മാരാരുടെ ആത്മാവിനെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരുന്നുവെന്ന് ഒരിക്കൽ കൃഷ്ണൻ നായർ തന്നെ എഴുതിയിട്ടുണ്ട്. സൗമ്യ സ്വഭാവിയും ശാന്തനും ആതിഥ്യ മര്യാദക്കാരനുമായിരുന്ന കൃഷ്ണൻ നായർ സാഹിത്യ വിമർശനത്തിൽ രചയിതാവിൻ്റെ പേര് നോക്കാതെ കണിശതയും വിട്ടുവീഴ്ചയുമില്ലായ്മയും ദയയില്ലായ്മയും പുലർത്തി. മലയാള സാഹിത്യത്തിൽ മൗലികമായ എഴുത്തുകാർ ഇല്ലെന്നും ടോൾസ്റ്റോയിയും തോമസ് മാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മലയാള സാഹിത്യകാരന്മാർ കള്ളന്മാരാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. 2006 ഫെബ്രുവരി 23 അദ്ദേഹം അന്തരിച്ചു. ഏക മകൻ വേണുഗോപാൽ 1986 ഒരു വാഹനാപകടത്തിൽ മരിച്ചു. ആ കാലത്തെ തിരുവനന്തപുരത്തെ സായാഹ്ന നടത്തക്കാർക്ക് പരിചിതനായിരുന്നു കൃഷ്ണൻ നായർ. ഇന്ത്യൻ കോഫി ഹൗസിലെയും മോഡേൺ ബുക്ക് സ്റ്റാളിലെയും സ്ഥിരം സന്ദർശകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് വായനക്കാരാ നിങ്ങൾ ജീവിച്ചിരിക്കുന്നോ, പനിനീർപ്പൂവിൻ്റെ പരിമളം പോലെ, ശരത്കാല ദീപ്തി, ഒരു ശബ്ദത്തിൻ രാഗം. എം കൃഷ്ണൻ നായരുടെ പ്രബന്ധങ്ങൾ, സാഹിത്യ വാരബലം.